എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് കരുതുന്നു. കപ്പ കൊണ്ട് തയ്യാറാക്കിയെടുത്ത രുചികരമായ വിഭവമാണ് ദാ ഇന്നത്തെ വീഡിയോയിൽ. കൂടെ ഇതുപോലൊരു ചമ്മന്തിയും കൂടി ഉണ്ടെങ്കിൽ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. സവാളയും കുറച്ച് നാൾ മുമ്പ് ഞാൻ വിനീഗറിൽ ഇട്ട് വെച്ച കാന്താരി മുളകാണ്. കുറച്ച് ഉപ്പും കുറച്ചും കൂടെ വിനീഗറും ചേർത്തിട്ട് കൈകൊണ്ട് ഇതുപോലെ നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കുക. ഒരു 10-15 മിനിറ്റ് ഇരുന്നതിന് ശേഷം ഇതെടുത്ത് കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ്. കപ്പയുടെ കൂടെ കഴിക്കാനാണെങ്കിൽ അതീവ രുചി തന്നെയാണ്. അപ്പോൾ ഇതുപോലെ കപ്പ തയ്യാറാക്കി കഴിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി തന്നെയായിരിക്കും. അപ്പോൾ ഈ ഒരു വിഭവം എങ്ങനെയാണ് തയ്യാറാക്കിയെടുത്തിരിക്കുന്നതെന്ന് വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ. അപ്പോൾ ഇത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കപ്പ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. കപ്പ വേവിച്ചെടുക്കുമ്പം നന്നായിട്ട് വേവിച്ചെടുക്കുക. അതിനുശേഷം തവി കൊണ്ട് ഒന്ന് ഉടച്ചെടുക്കുക. ഇനി നമ്മൾക്കിത് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റവ് ഓൺ ചെയ്തിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ചേർത്ത് കൊടുത്തത് വെളിച്ചെണ്ണയാണ്. 2 സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വെളിച്ചെണ്ണയിൽ തയ്യാറാക്കിയെടുക്കുമ്പോഴാണ് ടേസ്റ്റ് കിട്ടുക. ഇപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഒന്ന് പൊട്ടി വന്നു കഴിയുമ്പം അതിലേക്ക് 1-2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. വറ്റൽമുളക് നമുക്ക് ഒന്ന് മൂത്ത് കിട്ടണം. അപ്പോൾ തീ ഈ സമയത്ത് നല്ലപോലെ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഒരു 4-5 വെളുത്തുള്ളിയുടെ അല്ലി ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. അത് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. ആ വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് വാടിക്കിട്ടണം കേട്ടോ. ഒരുപാട് അങ്ങ് ഫ്രൈ ആവേണ്ട ആവശ്യമില്ല. ഈ സമയത്ത് നമ്മൾക്ക് ഒരു സവാള, ഇപ്പം ഞാൻ കപ്പ എടുത്തിരിക്കുന്ന അളവിനനുസരിച്ച് ഒരു സവാള എടുത്തിട്ടുണ്ട്. ഒരു ബൗള് കപ്പയാണ് വേവിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എത്രയാണോ കപ്പ എടുക്കുന്നത് അതനുസരിച്ച് ചേർത്ത് കൊടുക്കുന്ന ചേരുവകളുടെയൊക്കെ അളവിലും വ്യത്യാസം വരുത്തണം കേട്ടോ. എന്നിട്ട് ഈ ഒരു സവാള നല്ലപോലെ ഒന്ന് വഴണ്ടി കിട്ടണം. അപ്പോൾ നമ്മൾ കപ്പയിൽ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. കുറച്ചും കൂടി ഉപ്പ് ഞാൻ ഈ സവാളയിലേക്കും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കപ്പ കഴിച്ചു നോക്കിയിട്ട് ഉപ്പ് നന്നായിട്ടുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ സവാളയുടെ നിറമൊക്കെ നന്നായിട്ട് മാറി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കേണ്ടത് തക്കാളിയാണ്. അപ്പോൾ ഞാൻ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഈ സമയത്ത് നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ സാധാരണ മുളക് പൊടി, എരിവെള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, അതൊരു കളറിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നതാണ്, നിർബന്ധമൊന്നുമില്ല ചേർത്ത് കൊടുക്കണമെന്ന്. പിന്നെ 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3/4 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ചേർത്ത് കൊടുക്കേണ്ടത് കുരുമുളക് പൊടിയാണ്. അപ്പോൾ കുരുമുളക് പൊടി ഓരോരുത്തരുടെ എരിവിന് ആവശ്യമുള്ളത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിന്ന് കുറച്ച് സ്പൈസി ആയിട്ടാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എരിവ് ഇത്രയൊന്നും വേണ്ടെങ്കിൽ മുളക് പൊടിയുടെയൊക്കെ അളവ് നന്നായിട്ട് കുറച്ച് തന്നെ എടുത്തോളൂ. ആ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. തീ സമയത്ത് നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുക്കണേ. ഇപ്പോൾ നന്നായിട്ട് ആ പൊടിയൊക്കെ ഒന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അല്പം വെള്ളം, ചെറിയ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക. വെള്ളം ഒരുപാട് ചേർത്ത് കൊടുക്കരുത്. തക്കാളിയിൽ നിന്നും കുറച്ച് വെള്ളം ഇറങ്ങും. അപ്പോൾ നമ്മൾ അതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. എന്നിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. തീ ഈ സമയത്ത് ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരടപ്പ് ഉപയോഗിച്ചിട്ട് അടച്ചു വെച്ച് കൊടുക്കുക. കുറേ സമയമൊന്നും വേണ്ട, ഒരു 3 മിനിറ്റ് അതിനുള്ളിൽ നമുക്ക് തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പാകത്തിനായിരിക്കണം എടുക്കേണ്ടത് കേട്ടോ. അതായത് കുറച്ചിങ്ങനെ ഒരു ഗ്രേവി ടൈപ്പിലായിരിക്കണം എടുക്കേണ്ടത്. ഒരുപാട് ഫ്രൈ ആക്കി എടുക്കരുത്. ഇനി നമ്മൾക്ക് ഇതിനകത്തേക്ക് വേവിച്ചെടുത്ത് വെച്ചിരിക്കുന്ന കപ്പയുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കണം. ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കണേ. അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. വീഡിയോ കണ്ടു കഴിഞ്ഞ് ഇഷ്ടമായാൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി നല്ലപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുക. കട്ടകളൊന്നും പാടില്ല കേട്ടോ. കപ്പ നമ്മൾ വേവിച്ച് വെച്ച് കഴിഞ്ഞാൽ 2-3 മിനിറ്റ് കഴിയുമ്പോഴേക്കും അതങ്ങ് കട്ട പിടിച്ചു പോവും. കപ്പ ബിരിയാണിയൊക്കെ നമ്മൾ തയ്യാറാക്കിയെടുക്കുന്ന അതേ ഒരു രീതിയിലാണ്, കുറച്ചൊന്ന് കുഴഞ്ഞ രീതിയിലായിരിക്കണം ഇതെടുക്കേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ തക്കാളി ആ ഗ്രേവി തയ്യാറാക്കിയപ്പം കുറച്ച് വെള്ളമയത്തോടു കൂടി തയ്യാറാക്കിയെടുത്തത്. അല്ലെങ്കിൽ ഇത് ഇരുന്ന് കഴിയുമ്പോൾ ഡ്രൈ ആയി പോവും. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല ഇത് കഴിക്കാനായിട്ട്. നല്ല ചൂട് കട്ടൻ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന വളരെ രുചികരമായിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ ഇത്. ഞാൻ കുറച്ച് കറിവേപ്പില അതിൻ്റെ മുകളിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കുകയും ചെയ്യാം. അതുപോലെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പം ഞാൻ സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടില്ല, ചെറിയ ചൂടിലിട്ടിട്ടാണ് കേട്ടോ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് വേണമെങ്കിൽ മാത്രം കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. ഞാൻ അല്പം വെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു റെസിപ്പി ഇതുപോലെ തയ്യാറാക്കി നോക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ പറയണേ.
റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറന്നു പോകല്ലേ. മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. താങ്ക്